കെ സ്റ്റാലിനും പിണറായി വിജയനും ബോട്ടിൽ കുമരകം കായലിലൂടെ കറങ്ങിയപ്പോൾ തന്നെ കേരളം കേസ് തോൽക്കുമെന്ന് വ്യക്തമായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ആശങ്ക മാത്രമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 135 വർഷത്തെ കാലവർഷം അണക്കെട്ട് അതിജീവിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3 അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും അറിയിച്ചു. ജസ്റ്റിസുമാരായ ഹൃഷികേശ് റോയ്, SVN ഭട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും കോടതി ചോദിച്ചു. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറയപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് തങ്ങൾ. 135 വർഷത്തെ കാലവർഷം മറികടന്നതാണ്. ആ അണക്കെട്ട് നിർമ്മിച്ചവരോട് നന്ദി പറയുന്നുവെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് ഹൃഷികേശ് റോയ് നേരത്തെ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ജസ്റ്റിസ് SVN ഭട്ടി ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും പ്രവർത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോഴെല്ലാം തോൽക്കുന്ന പതിവാണ് കേരളത്തിനുള്ളത്. രാജ്യം കണ്ട ഏറ്റവും മികച്ച അഭിഭാഷകരെ ഇറക്കിയാണ് തമിഴ്നാട് കേസ് നടത്തുന്നത്. എന്നാൽ കേരളം തോൽക്കാൻ വേണ്ടി കേസ് നടത്തും. കർണാടകയിലെ വിജയനഗര, കൊപ്പൽ ജില്ലകൾക്കിടയിൽ തുംഗഭദ്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 2449 മീറ്റർ നീളമുള്ള അണക്കെട്ടായ തുംഗഭദ്ര അണക്കെട്ടിന് ബലക്ഷയം സംഭവിച്ചപ്പോഴാണ് മുല്ലപ്പെരിയാർ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. കൃഷി, ജലസേചനം, വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെ 1949 അന്ന് നിലനിന്നിരുന്ന ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1953 പണി പൂർത്തീകരിച്ച് ഡാം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. നീണ്ട 71 വർഷത്തിന് ശേഷം ഡാമിന്റെ ഗേറ്റുകളിൽ ഒന്നിന്റെ ചങ്ങല പൊട്ടിയതോടെ ഡാം തകരാതിരിക്കാൻ കർണാടക സർക്കാർ ഡാമിന്റെ എല്ലാ ഷട്ടറും തുറന്നുവിട്ടു. തുംഗഭദ്ര ഡാമിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കഴിഞ്ഞാൽ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച 2ാമത്തെ ഡാമാണ് ഇത്. ഇത്തരം ഒരു പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിൽ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് വീണ്ടും ഈ അവസരത്തിൽ ചർച്ച വന്നു. ഒപ്പം വയനാട്ടിലെ മണ്ണിടിച്ചിലിന്റെ കാരണങ്ങളും ആഘാതവും പുറത്തു വന്നതോടെ മുല്ലപ്പെരിയാർ മെല്ലെ വീണ്ടും ഒരാശങ്കയായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ചയായി തുടങ്ങി. മഴക്കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മുല്ലപ്പെരിയാർ ചർച്ച കേരളത്തിൽ ചൂടുപിടിക്കാറുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഡാമിന്റെ പ്രവർത്തനത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്തതാണ് ഇത്തരം ചർച്ചയ്ക്ക് കാരണമായത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഇത്രയും സുരക്ഷിതമായ മറ്റൊരു അണക്കെട്ടില്ലെന്ന്. തമിഴ്നാട്ടിലെ മധുര, രാമനാഥപുരം, ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ കൃഷിക്കും ജനജീവിതം എളുപ്പമാക്കാനും 1887 അന്നത്തെ തിരുവിതാംകൂർ രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലെ കരാർ പ്രകാരമാണ് പെരിയാറിൽ ഡാമിന്റെ പണി തുടങ്ങിയത്. 1895 ഒക്ടോബർ 10 ഡാമിന്റെ പണി പൂർത്തിയാക്കി. ബ്രിട്ടീഷുകാരായ ജോൺ പെനിക്യൂക്ക് ആണ് ഡാമിന്റെ ശില്പി. 999 വർഷത്തേക്ക് പാട്ടത്തിനാണ് കരാർ ഒപ്പിട്ടത്. അത്ര നാളിന് ശേഷവും മദ്രാസ് സർക്കാർ കരാർ പുതുക്കണമെന്ന് കരുതുന്നെങ്കിൽ അതിനും അനുവദിക്കുന്നതായിരുന്നു കരാർ. 1886 ഒക്ടോബർ 29 ഇത്. അരനൂറ്റാണ്ട് മാത്രം കാലാവധി കണ്ട് നിർമ്മിച്ച ഡാം 135ാം കൊല്ലത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രദേശവാസികൾക്ക് ആശങ്കയും കേരളവും തമിഴ്നാട് തമ്മിൽ തർക്കത്തിനും ഇടയാക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിൽ കേരളത്തിന് അനുകൂലമായ നടപടിയിലേക്ക് സുപ്രീം കോടതി കടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ പരമോന്നത കോടതി കേരളത്തിനെതിരെ തിരിഞ്ഞത്. 2006 കേരളത്തിനെതിരായ ആദ്യ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ ഹർജി മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു. വിധി തമിഴ്നാടിന് അനുകൂലമായില്ലെങ്കിലും നടപ്പായില്ല. 2006 മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് തീർപ്പാക്കി 2014 മെയ് 7 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു. എന്നിട്ടും കേരളം പുനഃപരിശോധന ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല. അന്ന് മുല്ലപ്പെരിയാറിന് വേണ്ടി കരയുന്ന PJ ജോസഫ് ആയിരുന്നു ജലവിഭവ മന്ത്രി. അതിനിടെയാണ് തമിഴ്നാട് നൽകിയ OS 4/2014 എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത്. അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലായേക്കുമെന്ന് സൂചനകളുണ്ട്.